സുന്നത്ത് നിസ്കാരങ്ങളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സുന്നത്ത് നിസ്കാരം ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. രണ്ടാം സ്ഥാനത്ത് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരമാണ്. ഹിജറ 2-ാം വർഷം ആദ്യമായി ചെറിയ പെരുന്നാൾ നിസ്കാരമാണ് നബിയുടെ ജീവിതത്തിൽ ആദ്യമായി നിർവഹിച്ച നിസ്കാരം. ജമാഅത്ത് വളരെ പ്രധാനപ്പെട്ട സുന്നത്തുമാണ്. 2 റക്അത്താണ്. സാധാരണ പോലെ ചെറിയ പെരുന്നാൾ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ അങ്ങ് നിസ്കരിച്ചാലും നിസ്കാരത്തിന്റെ കൂലി കിട്ടും. പക്ഷെ ഏറ്റവും പൂർണ്ണമായത് ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് നിസ്കരിക്കുന്ന നിയ്യത്തോടുകൂടെ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലുക. അതിന്റെ ശേഷം വജ്ഹത്ത് ഓതുക. വജ്ഹത്ത് ഓതിയതിന്റെ ശേഷം 7 പ്രാവശ്യം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ 7 പ്രാവശ്യം തക്ബീർ. ഈ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന് പറയണം. അങ്ങനെ 7 തക്ബീർ കഴിഞ്ഞാൽ പിന്നെ അഊദു ഓതുക, ബിസ്മി ചൊല്ലുക, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. 2-ാമത്തെ റക്അത്തിലേക്ക് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എണീറ്റു. ഇനി വീണ്ടും ഒരു അല്ലാഹു അക്ബർ, പിന്നെ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, വീണ്ടും അല്ലാഹു അക്ബർ, എന്നിട്ട് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, വീണ്ടും അല്ലാഹു അക്ബർ. ഇങ്ങനെ 5 വട്ടമാണ് 2-ാമത്തെ റക്അത്തിൽ തക്ബീർ. 1-ാമത്തെ റക്അത്തിൽ 7, 2-ാമത്തെ റക്അത്തിൽ 5. ഈ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്നുകൂടി ചേർത്താൽ നന്നായി. ഇവയുടെ ശേഷമാണ് അഊദു, ബിസ്മി, സൂറത്ത് എങ്ങനെ ഓതേണ്ടത്. ഈ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി എന്ന് മെല്ലെയാണ് ചെല്ലേണ്ടത്. മഅ്മൂമാണെങ്കിലും ഇമാമാണെങ്കിലും ഒക്കെ ഈ അല്ലാഹു അക്ബർ പെരുന്നാൾ നിസ്കാരത്തിൽ ഉറക്കെ ചൊല്ലണമെന്ന് ഷെർവാനി 3-ാം വാള്യം 41-ാമത്തെ പേജിലുണ്ട്. പെരുന്നാൾക്ക് അഥവാ തീരെ ഈ തക്ബീർ ഒരാൾ മറന്നു എന്നിട്ടാണ്ട് അഊദു തുടങ്ങിയിട്ടേ ഉള്ളൂ, എന്നാൽ വീണ്ടും തക്ബീർ ചൊല്ലാം. ബിസ്മി തുടങ്ങി എന്നാൽ ഈ തക്ബീർ ചൊല്ലരുത്. ഫാത്തിഹയിൽ തുടങ്ങി ഖിറാഅത്തിൽ പ്രവേശിച്ചു എന്നാണ് ബിസ്മി തുടങ്ങിയാൽ. ബിസ്മി മറന്നാണ്ട് ബിസ്മി തുടങ്ങി എന്നാൽ വീണ്ടും തക്ബീറിലേക്ക് മടങ്ങേണ്ടതില്ല. തുഹഫ 3-ാം വാള്യം 44-ാമത്തെ പേജിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അഥവാ 1-ാമത്തെ റക്അത്തിൽ 7 തക്ബീർ മറന്നു അല്ലെങ്കിൽ ചുരുക്കി ചെല്ലിയുള്ളൂ, എന്നാൽ 2-ാമത്തേലോ എടുക്കണോ? അത് വേണ്ട, ആവശ്യമല്ല. ഇനി അഥവാ മറന്നതിന് സേവിന്റെ സുജൂദുണ്ടോ? ഇല്ല, സേവിന്റെ സുജൂദ് ഈ നിസ്കാരത്തിൽ സുന്നത്തേ ഇല്ല എന്ന് ബഹുമാനപ്പെട്ട ഷെർവാനി 2-ാം വാള്യം 150-ാമത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ പോലെ ചെറിയ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാലും സുന്നത്ത് വീടുന്നതാണ്. പക്ഷെ ഇതുപോലെ 1-ാമത്തെ റക്അത്തിൽ 7ഉം 2-ാമത്തെ റക്അത്തിൽ 5ഉം തക്ബീറുകളോട് കൂടെ പൂർണ്ണമായി കൊണ്ടല്ലാണ് നല്ലത്. സൂര്യൻ ഉദിച്ച് ഒരല്പനേരം കഴിഞ്ഞാൽ നിസ്കാരം തുടങ്ങാൻ ടൈമായി. ളുഹർ ബാങ്ക് കൊടുക്കുന്നത് വരെ അതിന്റെ ടൈമും ഉണ്ട്. അഥവാ അങ്ങനെ ളുഹർ വരെ ഒരാൾ നിസ്കരിച്ചില്ല, ഖളാ ആയാൽ വൈസന്നു ഖളാവുക, പെരുന്നാൾക്കാരൻ ഖളാ വീട്ടൽ സുന്നത്താ. വലവ് ബാദ സമാനിൻ തെവീൻ, അത് കുറെ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ശരി, പെരുന്നാളൊക്കെ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഖളാ വീട്ടാം. ഖളാ വീട്ടുമ്പോൾ രാത്രിയോ പകലോ ഒക്കെ ഖളാ വീട്ടാം. ബഹുമാനപ്പെട്ട തുഹഫ 2-ാം വാള്യം 237-ാമത്തെ പേജിലുണ്ട്. ആണും പെണ്ണും അതായി തന്നെ അത് നിർവഹിക്കാൻ ശ്രദ്ധിക്കണം. ആണുങ്ങൾക്ക് എപ്പോഴും പള്ളിയിലാണ് നല്ലത്, സഹോദരിമാർക്ക് വീട്ടിലാണ് നല്ലത്. തക്ബീർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കൂട്ടിച്ചൊല്ലുകയാണ് നല്ലത് എന്ന് അദ്കാർ നബവി പേജ് 156-ാമത്തെ പേജിലുണ്ട്. ചുരുക്കത്തിൽ പെരുന്നാൾ നിസ്കാരം ജീവിതത്തിലെ ഏറ്റവും മുന്തിയ നിസ്കാരമാണ്. അതുകൊണ്ട് പെരുന്നാൾ നിസ്കാരം എല്ലാ നിസ്കാരങ്ങളും പ്രത്യേകമായി തന്നെ എടുക്കേണ്ടതാണ്. ഒരിക്കൽ നിസ്കരിച്ചാൽ 2-ാമത് മടക്കി നിസ്കരിക്കാം. ഒരിക്കൽ ഒറ്റക്ക് നിസ്കരിച്ചു, ജമാഅത്ത് കിട്ടി മടക്കി നിസ്കരിക്കാം. തുഹഫ 2-ാം വാള്യം 264-ാമത്തെ പേജിലുണ്ട്. പക്ഷെ കരുതി കൂട്ടി അങ്ങനെ മടക്കി നിസ്കരിച്ചോളൊന്നുമില്ല, ഒരിക്കൽ നിസ്കരിച്ചാൽ മതിയല്ലോ. പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട തക്ബീർ മറന്നു എന്ന് കരുതി പെരുന്നാൾ നിസ്കാരം ബാത്തിലല്ല. അത് 2-ാമത്തെ റക്അത്തിൽ പിന്നെ മടക്കി എടുക്കേണ്ടതും ഇല്ല. അഥവാ ഇമാമ് മറന്ന് 6 ചെല്ലിയുള്ളൂ അല്ലെങ്കിൽ 3 ചെല്ലിയത്, എന്നാൽ മഅ്മൂമിന് അത്ര മതി, അതാ സുന്നത്ത്. ആ ഇമാമിന്റെ ഒപ്പാണ്ട് ചേർന്നാൽ മതി. 7 ചെല്ലേണ്ട അടുത്ത് ചുരുക്കി, അല്ലെങ്കിൽ 2-ാമത്തെ റക്അത്തിൽ 5 ചെല്ലേണ്ട അടുത്ത് ഇമാമ് ചുരുക്കി, എന്നാൽ ഇവഞ്ഞ് പൂർത്തിയാക്കേണ്ട ആളുള്ളത് മതി, അതാണ് സുന്നത്ത്. അതുപോലെ തന്നെ ഇമാമ് തീർത്തു ഒറ്റ തക്ബീറും ചെല്ലാതാണ്ട് ഒഴിവാക്കി, എന്നാലും അത് മഅ്മൂമിന് ചെല്ലണ്ടെന്നാണ് തുഹഫ 3-ാം വാള്യം 22-ാം പേജിൽ 42-ാം പേജിൽ ഷെർവാനി സൈദം പറഞ്ഞത്.
ഇമാം ഒഴിവാക്കി കഴിഞ്ഞ് മാമൂമ് ചെല്ലണ്ട, ഇമാമ് ചുരുക്കിയാലും മാമൂഞ്ഞ് പൂർത്തിയാക്കേണ്ടത് മതി. നേരെ മറിച്ച് മയ്യത്ത് നിസ്കാരം അങ്ങനെയല്ല, അത് 4 തക്ബീർ ചൊല്ലിയിരിക്കൽ നിർബന്ധ. ഇമാമ് ചുരുക്കിയാലും ഇമാം ഒഴിച്ചാലും അത് നമുക്ക് ശരിയായിട്ടില്ല, മാമൂമ് 4 തന്നെ ചൊല്ലണം. അത് മയ്യത്ത് നിസ്കാരത്തിന് ഫർളാണ്. ഇവിടെ അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ ഈ കാര്യം പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരമൊക്കെ വേണ്ടത് പ്രകാരം ശ്രദ്ധിക്കണം. നല്ല ദിവസമാണ്, ഇബാദത്തുകളൊക്കെ ഉണ്ടെന്ന് ധന്യമാകണം. പോകുമ്പോൾ പള്ളിക്ക് പോകുമ്പം ഒരല്പം ദൂരമുള്ള വഴിയും വരുമ്പം കുറവുള്ള വഴിയും ആക്കലും. ജുമയ്ക്കൊക്കെ വെള്ള വസ്ത്രത്തിനാണ് 1-ാം സ്ഥാനം. ഇവിടെ വെള്ളയല്ലാത്ത വസ്ത്രമാണെങ്കിൽ പോലും പുതിയ വസ്ത്രത്തിനാണ് പെരുന്നാൾക്ക് 1-ാം സ്ഥാനം. അതുകൊണ്ട് പെരുന്നാൾ പള്ളിയിലേക്ക് ചെറിയ പെരുന്നാൾക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചു പോകലാണ് സുന്നത്ത്. ബലിപെരുന്നാളാണെങ്കിൽ ഒന്നും കഴിക്കാതെ പോകലാണ് സുന്നത്ത്. നേരത്തെ പള്ളിയിലെത്തി തക്ബീർ കൊണ്ട് നല്ലോണം ശുഹലാകുകയും അത് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നല്ല ദുആക്ക് ഉത്തരം കിട്ടുന്ന ദിവസമാണ്. മറക്കാതെ മരണപ്പെട്ടു പോയവരുടെ സിയാറത്ത് ചെയ്യാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.